ഇപ്പോൾ നിങ്ങൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ടെലഗ്രാമിൽ ഒഫീഷ്യലായിട്ടുള്ള ചില സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ടെലഗ്രാമിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഐഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ താഴെയായിരിക്കും ഈ ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുക. ആ ഒരു പേജിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ആൻഡ് ഇമോജി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രെൻഡിങ് സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ട്രെൻഡിങ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കേഴ്സ് ആഡ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്റ്റിക്കർ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് ബാക്കിയുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.